കാൽപന്ത് കളിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ രാപ്പകലുകളെ ആവേശഭരിതമാക്കിയ സബ് ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മണിപ്പൂരിന്റെ വെല്ലുവിളികൾക്കിടയിലും ലഘു ഈവന്റിലും ഡബിൾ ഈവന്റിലും കേരള പെൺകുട്ടികൾ സ്വർണ്ണമണിഞ്ഞു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. സെപക് താക്രോ എന്ന ഗെയിമിലെ 15 പേർ പങ്കെടുക്കുന്ന ഗ്ലാമർ ഇനമായ ടീം ഈവന്റിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കരുത്തരായ മണിപ്പൂരാണ് കിരീടം ചൂടിയത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഉത്തർപ്രദേശിനാണ് 2ാം സ്ഥാനം. ആതിഥേയരായ കേരളം 3ാം സ്ഥാനം നേടി. പെൺകുട്ടികളുടെ ടീം ഈവന്റിൽ കേരളത്തിനാണ് 2ാം സ്ഥാനം. മഹാരാഷ്ട്രയ്ക്കാണ് 3ാം സ്ഥാനം. പെൺകുട്ടികളുടെ ലഘു ഈവന്റിലും ഡബിൾസ് ഈവന്റിലും കേരളം ജേതാക്കളായി. ആൺകുട്ടികളുടെ ലഘു ഈവന്റിൽ മണിപ്പൂർ 1ാം സ്ഥാനം നേടിയപ്പോൾ ബീഹാർ 2ാമതും ഡൽഹിയും ഉത്തർപ്രദേശും 3ാമതുമെത്തി. ക്വാഡ് ഈവന്റിൽ മണിപ്പൂർ സ്വർണ്ണമണിഞ്ഞു. ആസാം വെള്ളി മെഡൽ നേടിയപ്പോൾ ബീഹാറും മഹാരാഷ്ട്രയും വെങ്കല മെഡൽ നേടി. ആൺകുട്ടികളുടെ ഡബിൾ ഈവന്റിൽ കേരളം സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ മഹാരാഷ്ട്ര വെള്ളി നേടി. കർണാടകയ്ക്കാണ് വെങ്കലം. പെൺകുട്ടികളുടെ ടീം ഈവന്റിൽ മണിപ്പൂരാണ് ജേതാക്കൾ. കേരള ടീം 2ാം സ്ഥാനം നേടി. മഹാരാഷ്ട്രയ്ക്കാണ് 3ാം സ്ഥാനം. ലഘുവിൽ കേരളം സ്വർണം പിടിച്ചെടുത്തപ്പോൾ മണിപ്പൂർ 2ാമതായി. ആസാമും മഹാരാഷ്ട്രയും 3ാം സ്ഥാനം പങ്കിട്ടു. ക്വാഡ് ഈവന്റിൽ ആസാം ജേതാക്കളായി. മണിപ്പൂർ 2ാം സ്ഥാനം നേടി. കേരളവും മഹാരാഷ്ട്രയും 3ാം സ്ഥാനത്തെത്തി. ഡബിൾസിൽ കേരള ടീം സ്വർണം നേടിയപ്പോൾ നാഗാലാൻഡിനാണ് 2ാം സ്ഥാനം. ഗുജറാത്ത് 3ാം സ്ഥാനം സ്വന്തമാക്കി. 5 ദിവസങ്ങളിലായി നടന്നുവന്ന ചാമ്പ്യൻഷിപ്പിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ ഇവന്റുകളുടെ സമ്മാനദാനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചിരുന്നു. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. വ്യാഴാഴ്ച നടന്ന സമാപന സമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.